ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയൊക്കെ കണ്ടിട്ട് വരുന്ന വഴിയാണ്. അപ്പോൾ കുറച്ചായല്ലോ സിനിമയൊക്കെ ഇറങ്ങിയിട്ട്. ഞാൻ കാണാൻ കുറച്ച് ലേറ്റായി. സിനിമ അടിപൊളി. അപ്പോൾ കണ്ട് എൻജോയ് ചെയ്ത് വരികയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ മൂന്നാളും കൂടിയും ഒന്ന് പുറത്തേക്ക് പോവുകയാണ്. അല്ല, എങ്ങോട്ടാണ് പോകുന്നത്? പട്ടാമ്പിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ വീഡിയോ ഈ അടുത്ത മുതൽ കാണാൻ തുടങ്ങിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇതെൻ്റെ അച്ഛനാണ്, ഇത് അമ്മയാണ്. പണ്ട് തൊട്ടേ കാണുന്നവർക്ക് അറിയുണ്ടാവും. അപ്പോൾ ഞങ്ങൾ പട്ടാമ്പിയിലേക്ക് പോവാണ്. പട്ടാമ്പിയിൽ എവിടേക്കാണ് പോകുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ പോയിട്ട് കാണാം. സോ നിങ്ങളും കൂടെ വരും, നമുക്ക് നേരെ പോവാം പട്ടാമ്പിയിലേക്ക്. ഇവിടെ വീട് നിറച്ച ആൾക്കാരാണ്. ഇതാണ് ഈ കുട്ടികളുടെയൊക്കെ അമ്മ. ഇനി നമുക്ക് മെയിനായിട്ടൊരാളുണ്ട്, നമ്മുടെ അകത്ത് എൻട്രി ഉള്ള ആൾ. ഇതാണ് ഇവിടുത്തെ പൂച്ച. പിന്നെ 2 വിസിറ്റിംഗ് ക്യാറ്റ്സും ഉണ്ട്. വീടൊക്കെ ഒന്ന് നോക്കിക്കോ, ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ട് വരാം. ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് ഗരുഡ മാള്, പട്ടാമ്പിയുടെ പുതിയ മാളായിട്ടുള്ള ഗരുഡ മാളിന് മുന്നിലാണ്. ഇപ്പോൾ ഈ ഗരുഡ മാൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. എപ്പോഴും കൺസ്ട്രക്ഷനിലാണ് ഉള്ളിൽ. പുറമേയുള്ള കൺസ്ട്രക്ഷനൊക്കെ കഴിഞ്ഞു, ഇൻറ്റീരിയർ കുറേ വർക്ക്സ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇതിനകത്ത് നെസ്റ്റോ ആരംഭിച്ചു. നെസ്റ്റോ, അതായത് നമ്മുടെ ഇൻ്റർനാഷണൽ ആസ് വെൽ ആസ് ഡൊമസ്റ്റിക് വൈസ് ഒരുപാട് ഔട്ട്ലെറ്റുകൾ ഉള്ള, ഏതാണ്ട് 120ഓളം ഔട്ട്ലെറ്റുകളുള്ള നെസ്റ്റോ ഗ്രൂപ്പിൻ്റെ ഹൈപ്പർ മാർക്കറ്റ് ഈ ഒരു മാളിനകത്തുണ്ട്. അത് ഇക്കഴിഞ്ഞ ഫെബ്രുവരി 29 ആരംഭിച്ചു. അപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞ് 3 ദിവസമായിട്ടുള്ളൂ. അതുകൊണ്ട് കുറച്ച് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട്, എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. പട്ടാമ്പിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നേട്ടം തന്നെയാണ് ദ മാൾ ഓഫ് ഗരുഡ. ഇപ്പം നിലവിൽ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റും ചിക്കിങ്ങുമാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഉടനെ തന്നെ മറ്റ് ഔട്ട്ലെറ്റ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യും ഫുൾ ഫ്ലെഡ്ജായിട്ട്. അപ്പോൾ ഇതിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ മേലെ പട്ടാമ്പിയിലെ കൽപ്പക സ്ട്രീറ്റിലുള്ള സുഡിയോൻ്റെ ഒക്കെ അടുത്തായിട്ടാണ്. മേലെ പട്ടാമ്പിയിൽ തന്നെ ഉള്ള ഫയർ സ്റ്റേഷൻ്റെ തൊട്ടടുത്തായിട്ട് വരും. അപ്പോൾ നല്ലൊരു ബിൽഡിങ്. അപ്പോൾ നമുക്കിനി അകത്തേക്ക് പോവാം. മാളിനകത്ത് നമ്മൾ നേരെ പോകുന്നത് നെസ്റ്റോ ഈസിയിലേക്കാണ്. അപ്പോൾ 122ഓളം ഔട്ട്ലെറ്റുകൾ ഓൾ ഓവർ ദ വേൾഡിൽ നെസ്റ്റോനുണ്ട്. കേരളത്തിലെ 9ാമത്തെയാണ് ഇത്. എന്നാൽ ഇനിയിപ്പോൾ കുറച്ച് നേരം ഞാൻ ഈ വണ്ടി ഓടിക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആട്ടയുടെ സെക്ഷനിലാണ് നോക്കണത്. എന്താ പള്ളിയിലേക്ക് ആദ്യത്തെ ഐറ്റം ആട്ട വീഴുന്നിരിക്കുകയാണ്. എന്താല്ലേ ഇത് 99 റുപ്യ. അറബിക് ബസ് ബൗസ എന്ന് പറഞ്ഞിട്ട് ഒരു സ്വീറ്റാണ്. എന്തായാലും വാങ്ങിച്ചു നോക്കാം. ഇത് 50 രൂപ. ഏതോ 50 രൂപയിൽ എഴുതിക്കണ്ട്. ഇത് വേണം എനിക്ക് 30 രൂപ. അത് നിങ്ങളുടെ സ്ഥിര സാധനമല്ലേ? അല്ല, അത് നോക്കട്ടെ, ബ്രെഡ് ഒന്ന് നോക്കിയിട്ട് മതി. അത് ഡേറ്റ് നോക്കണം. അത് നെസ്റ്റോടെ ആണത്. ഇത് 3 ദിവസത്തിനുള്ളിൽ ഉപയോഗിക്കണം എന്നാണ് പറയണത്. ഇന്ന് തന്നെ ഇപ്പോൾ 3 ആയില്ലേ? 4/3 നാളെ എക്സ്പയർ ആവും. അപ്പോൾ തൽക്കാലം വേണ്ട. ഇതൊക്കെയാ എല്ലാം 4/3. അത് എടുത്തോളുന്നു. ഇതിന് വില 30 രൂപയുള്ളൂ. നാളെ യൂസ് ചെയ്യാം. നമുക്ക് മീറ്റിൻ്റെ സെഷനിൽ പോയിട്ട് ബീഫ് വാങ്ങി.
കുറച്ച് ബോൺലെസ് ബീഫ് വാങ്ങി, അതിന് ഓഫർ ഉണ്ടായിരുന്നു. ഓഫർ പ്രൈസ് 1 kg 250. അതിനുശേഷം നമ്മൾ ഫിഷറി സെക്ഷനിലൊന്ന് പോയി നോക്കി. സാൽമൺ ഒക്കെ തുടങ്ങി അങ്ങനെ ഒരുപാട് വലിയ ഫിഷുകളാണ് ഉള്ളത്. ഒരു തൽക്കാലം ഫിഷൊന്നും വാങ്ങിയിട്ടില്ല. പിന്നെ കുക്ക്ഡ് ഫുഡ് ഐറ്റംസിൻ്റെ കൗണ്ടറുകളൊന്നും ഇപ്പം ഇല്ല. ബേക്കറീസ് ഒക്കെ ഉണ്ട്, പക്ഷേ വേറെ അങ്ങനെ കുക്ക്ഡ് ഫുഡൊന്നും ഇല്ല. ചിലപ്പോൾ ഭാവിയിൽ വരുന്നുണ്ടാവുമായിരിക്കും. അപ്പോൾ നമുക്കിനി ഇങ്ങനെ ബില്ലിങ്ങിന് നിൽക്കാം അല്ലേ. ഓവറോൾ എൻ്റെ ഒരു ലിമിറ്റഡ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് പ്രകാരം നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. പിന്നെ എല്ലാം ഒരേ സ്ഥലത്ത് കിട്ടുന്നത് ഒരു നല്ലതാണല്ലോ. തുടക്കത്തിലുള്ള ഈ ഒരു ഇത് എല്ലായ്പ്പോഴും കണ്ടിന്യൂ ആവണം, ആളുകൾ എത്തണം, അത് മാത്രമാണ്. ബില്ലിംഗ് സെഷനിൽ പൊതുവെ 10 ഐറ്റംസിന് കുറവാണെങ്കിൽ ഒരു സെപ്പറേറ്റ് ബില്ലിംഗ് കൗണ്ടർ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇവിടെ അതില്ല. അതുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന് കുറച്ചും കൂടി അതൊരു കംഫർട്ടബിൾ ആയിരിക്കും. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ കണ്ടത് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള എസ്കലേറ്റർ ആണ്. അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് ഫ്ലോറിൻ്റെ ഒക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. സെക്കൻഡ് ഫ്ലോറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ്റെ മാജിക് ഫ്രെയിംസിൻ്റെ തിയേറ്റർ വരുന്നുണ്ടെന്നൊക്കെ കേൾക്കുന്നു. എനിക്കറിയില്ല. അത് വന്നതിന് ശേഷം നമുക്കൊരു ഒഫീഷ്യലായിട്ടുള്ളൊരു കൺഫർമേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇതിന് തൊട്ടടുത്തുള്ള ചിക്കിങ്ങിൽ ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇഷ്ടമായോ പുതിയ കട? ഓഫറുകൾ അത് ഞാൻ ചീസ് എക്സ്ട്രാ വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത ചിക്കൻ ചീസ് റാപ്പ് എത്തിയിട്ടുണ്ട്. എന്നാൽ പിന്നെ അത് പെട്ടെന്ന് കഴിച്ച് തീർത്തിട്ട് ഞാൻ വേഗം വരാം ഗൈസ്. അങ്ങനെ ഒരു നല്ല അനുഭവം തന്നെയാണ് നമുക്ക് മാൾ ഓഫ് ഗരുഡയിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് നിന്ന് കിട്ടിയത്. അപ്പോൾ ഈ ലൊക്കേഷൻ ഒന്നും കൂടിയും പറയാം. മേലെ പട്ടാമ്പിയിൽ ഫയർ സ്റ്റേഷൻ്റെ തൊട്ടടുത്തായിട്ട് സ്റ്റുഡിയോൻ്റെ ബാക്കിൽ. ഇവിടുത്തെ വെഹിക്കിൾ പാർക്കിംഗ് സ്പേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ ആയിട്ട് 2 വീലേഴ്സിനും 4 വീലേഴ്സിനും സെപ്പറേറ്റ് പാർക്കിംഗ് സ്ലോട്ട്സ് ഉണ്ട്. അത്യാവശ്യം നല്ലോണം സ്ലോട്ട്സ് ഉണ്ട്. ഭാവിയിൽ ചിലപ്പോൾ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് സ്ലോട്ട്സും വരാം. തുടക്കത്തിലുള്ള ഒരു ചെറിയ കൺജഷൻ കാര്യങ്ങളാണ്, ഒക്കെ പതിയെ ശരിയാവും. അങ്ങനെ നമ്മളിപ്പോൾ ഒരു ഓട്ടോ എടുത്തിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് 7 കിലോമീറ്ററോളം ഉണ്ട് വീട്ടിലേക്ക്. കുറച്ച് ബ്ലോക്കായി കിടക്കുന്നുണ്ട്, കൂടുതലും പട്ടാമ്പി ഭാഗത്തേക്ക്. കാരണം നാളെ വന്നിട്ട് ഇവിടുത്തെ പട്ടാമ്പി നേർച്ചയാണ്. അപ്പോൾ അതിൻ്റെ പരിപാടികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. ഹലോ, നമ്മുടെ കട മൊത്തം വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അവള് വണ്ടിയുടെ ബാക്കിൽ ഇങ്ങനെ ഒളിച്ച് നിൽക്കായിരുന്നു. അപ്പോൾ ഞാൻ വണ്ടി ബാക്ക് എടുക്കുമ്പോൾ ബാക്കിലുണ്ടോ നോക്കിയതാ. ഇവിടെ എൻ്റെ മറ്റേ കുട്ടികളൊക്കെ ഷോപ്പിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഞങ്ങളെത്തി. അപ്പം നെസ്റ്റോയിലെ ഷോപ്പിംഗ് അനുഭവം അത് ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് ഇവർ പറയുന്നതായിരിക്കും. കാരണം കൂടുതൽ ഷോപ്പിംഗ് നടത്തിയ ആളുകൾ പറയുന്നതായിരിക്കും. എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമൊന്നുമില്ല. വലിയ എന്താ പറയുക, തിരക്കുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് സാധനങ്ങൾ തിരഞ്ഞു കണ്ടുപിടിക്കാനൊക്കെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, രസമുണ്ട്. നന്നായിട്ടൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓഫറുകൾ ഇവർ പറയുന്ന മാതിരി ആദ്യം പറഞ്ഞ അത്ര വലിയ ഓഫറൊന്നും നമ്മൾ തന്നെ കാണാനില്ല. പഴയ ഓഫർ സാധനങ്ങളൊക്കെ തീർന്നിരിക്കുന്നു. പിന്നെ കുറേ ബ്രാൻഡഡ് ഐറ്റത്തിൻ്റെ ഓഫറുകൾ ഉള്ളത് മാത്രം നോക്കി ഓഫർ ബേസ് ചെയ്ത് പോയാൽ വലിയ മെച്ചമൊന്നുമില്ല. പിന്നെ കുറേ സാധനങ്ങൾ കാണാം, കുറേ സാധനങ്ങൾ സെലക്ട് ചെയ്തൊക്കെ വാങ്ങിക്കാൻ സമയമൊക്കെ വേണം, ധാരാളം സമയം. ബില്ല് ചെയ്യാനൊക്കെ കുറേ സമയം എടുക്കും. ഇപ്പം ആസ് ഓഫ് നൗ ആ നെസ്റ്റോ ഹൈപ്പർ മാർട്ടും പിന്നെ അതിനോടൊപ്പമുള്ള ചിക്കിങ്ങും മാത്രമേ സ്റ്റാർട്ട് ആയിട്ടുള്ളൂ. ബാക്കി എല്ലാം വരുന്നേ ഉള്ളൂ. അപ്പം അതിനുശേഷം എല്ലാം ഒന്ന് കൂടി അറേഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഈ ഒരു ഗരുഡ മാളിൽ പോയിട്ടൊരു വ്ളോഗ് എടുക്കാം, ഒരു ഫുൾ ഫ്ലെഡ്ജ് വ്ളോഗ്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എന്നായിരുന്നോ? ഓക്കെ, സോ അങ്ങനെ എത്രയും പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ ഈ വീഡിയോ അവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനിയും കാണാം.